ഞങ്ങൾ ഷൂട്ടിന് ഇതിന്റെ ഏതിന്റെ പരിപാടി ഏത് സ്റ്റുഡിയോ എവിടെന്നാ സ്റ്റുഡിയോ എവിടുന്നാ വരുന്നേന്ന് ചോദിക്കണോ? എവിടെന്നാ വരുന്ന കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞുവിടാ. ചേട്ടാ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്ന ഏത് വർക്കിനാ പോയത്? വർക്ക് കഴിഞ്ഞ് വന്ന ചേട്ടൻ ഞാൻ കണ്ടതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കാപ്പിക്കാട്ടിനകത്ത് എന്നായിരുന്നു പരിപാടി എന്നാ ചോദിക്കുന്നത്? നീ എവിടെയാ വരുന്നത്? വീട് എവിടെ എവിടെയാട്ടാ? വേറെ ചക്കാനത്ത് എവിടെ തന്നെ വീട്? ഏത് മണ്ടല്ലോ? ആരുടെ മണ്ടല്ലോ? ചേട്ടാ താക്കോല് തരാൻ വേണ്ട. താക്കോലൊന്നും തരത്തൊന്നുമില്ല. നീ കാര്യം പറ. നീ പെണ്ണെ കൊണ്ട് കാട്ടിനകത്തുള്ള ഇറങ്ങി നടക്കുന്നത്. നാളെ ഇതിനെ വല്ലയിടത്തും കൊന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സഹാരം പറയാം. അത് ക്യാമറ എടുക്കും. ക്യാമറ എന്നത്തിനാണ് കൊണ്ട് നടക്കുന്നത്? ക്യാമറ എന്നത്തിനാണ് കൊണ്ട് നടക്കുന്നത്? ക്യാമറയൊക്കെ ആയിട്ട് കാട്ടിനകത്ത് തന്നെ കാടല്ലേ ഇതുപോലെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് വണ്ടിയുടെ കാറൊക്കെ താക്കോൽ മേടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് നാളെ വിളിക്കാം. ഈ ബൈക്ക് എടാ നിങ്ങൾ ഒത്തിരി പേരുണ്ടോ? ഒന്നിൽ കൂടുതൽ പേരുണ്ടോ? അപ്പൊ ഈ ബൈക്ക് എന്നത്തിന് ബൈക്ക് കിടക്കുന്ന എന്നത്തിനാ? കാറാരാ കൊണ്ടുവന്നേ? ബൈക്ക് ആരാ? താക്കോൽ ഊരി എടുക്കണോ? ബൈക്കാരാ കൊണ്ടുവന്നേ? ആര്? അല്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല. വേറെ ആളുണ്ട്. ആളുണ്ട്. ആശാരി കേട്ടോ, ആശാരി കണ്ടോ? കട്ടക്കാരോ? ഷിബുവിനെ അറിയോ? ഓട്ടക്കാരനാ? ഷിബുനെ വിളിച്ചേ. നിന്റെ ആരാ ഇതൊന്ന് പറഞ്ഞിട്ട് നീ പോക്കൂ. ഹെൽമെറ്റ് പോട്ടിരിക്കാ. ഹെൽമെറ്റ് എടുக்க മാட்டേங்கிறா? കാര്യം പറയാതെ പോകാൻ പറ്റില്ല. താക്കോല് തരത്തില്ലെന്ന് പറഞ്ഞല്ലോ. തരത്തില്ല, കാര്യം പറ. നിങ്ങൾ കാര്യം പറഞ്ഞു. ഇത് ശരിയാത്തില്ല മോനെ. ഒന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിക്കാം, ഇല്ലെങ്കിൽ കാര്യമുള്ള പോലെ പറ. ഈ കാട്ടിനകത്തൊക്കെ ഇറങ്ങി എന്നായിരുന്നു ക്യാമറ ആയിട്ട് പരിപാടി എന്ന് പറ. நம்ம விட்டுருப்போம்ல, அது சரியில்லை. கேமரா கொண்டுட்டு வந்துட்டு നമുക്ക് ഇത് பண்ணி விட்டு ഈ ഉമ്മറപ്പുറത്ത് വേറെ ആരെല്ലാം ഉണ്ടോ? ബൈക്കും ഉണ്ട്. ബൈക്ക് അവള് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവളെ ഓടിച്ചോണ്ട് വന്നാ പറയുന്നത്. ബൈക്ക് ചാവിയാണ്. തീരുമാനം പറഞ്ഞു. നിങ്ങള് എന്താ കാര്യം പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് നോക്കും. അല്ല, ഈ വണ്ടി കൊണ്ടുവന്ന് ഇതിനകത്ത് ഇവർ കൊടുത്ത് വേറെ ആൾക്കാരുണ്ടെന്ന്. பைக் ஓட்டிருக்காளா? அவையே கார் ஓட்டிட்டு வந்தானா? காட்டுக்குள்ள கேமரா ஓட்ட எதுக்கு போனேன்? நீ போமா. നീ ആദ്യം ഹെൽമെറ്റ് വരാൻ പറ. എന്നിട്ട് നിങ്ങളുടെ ഒന്നെങ്കിൽ വീട്ടുകാർ അഡ്രസ് സംഭവമൊക്കെ താ. താക്കോല് തരത്തില്ലെന്ന്. നീ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക? കുറെ നേരമായി താക്കോല്. നീ പോലീസ് പറഞ്ഞ നീ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിക്കേ. നീ കുറെ നേരമായി അവളെയും കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കാട്ടിനകത്ത് നീ വല്ല കൊന്നിട്ടിട്ട് പോയി ആരാണ് സമ്മാനം പറയുന്നത് ഇവിടെ? 1.5 മണിക്കൂറാണ് വന്നിട്ട്. ആ ക്ലാസ് ഒന്നും പൊക്കി വെക്കണ്ട സുഹൃത്തെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നോക്കൂ. ഇത് നിന്റെ ആരാ? ഇല്ലെങ്കിൽ ഇവളെവിടെയുള്ള ഞാനതാ പറഞ്ഞത്. ഹെൽമെറ്റ് ഒരു ആളാരാന്ന് കാണിച്ച്. ഇത് നാളെ എവിടെ ചത്തു കിടന്നു. കാട്ടിക്കൂടെ നമ്മള് കാട്ടിലെ പണിക്കാരെല്ലാം ആൾക്കാര് മുതലാളിയല്ലേ പിടിക്കുള്ളൂ. ഇത്ര മണിക്കൂറായില്ലേ? നിങ്ങള് ഹെൽമെറ്റ് ഊരി കാണിച്ചിട്ട് പോയി. ഏതായാലും പെട്ടുപോയി. നിനക്ക് വണ്ടിയുടെ താക്കോല് വേണമെങ്കിൽ നീ കാര്യം പറ. അത്രേ ഉള്ളൂ. ഇത് നിന്റെ ആരാ? നിന്റെ പെണ്ണുമ്പിള്ളയാണോ? അല്ല, ലവറാണോ? നിസ്സാര കേസല്ലേ? തീരാനുള്ളത് കേസാ. ക്യാമറയും കൊണ്ട് ഇവൻ എന്തിനു ഇതിനകത്ത് പോയത്? கேமரா எடுத்துக்கிட்டு உள்ள போயிட்டாங்க. அவன்
இது ஹெல்மெட் ஓர மாட்டிருக்கு. താക്കോലൂരി ഇല്ല ഹെൽമെറ്റ് കാമ്പ് ആളെ മോൻ കണ്ടത് കൂടാണ് അറിയണ്ട എന്നാ സംഭവമാണ്. ഇവൻ നെടുങ്കണ്ടക്കാരനാണ് ഇവൻ പറയുന്നത്. നെടുങ്കണ്ടക്കാരാണ് എനിക്കറിയാതെ മാസ്ക് എടുത്താൽ നിങ്ങൾ മാസ്ക് അവൻ പറയുന്നത് അവളാ ബൈക്ക് ഓടിച്ചത്. അല്ല അത് സാരമില്ല. നിങ്ങളുടെ മാസ്ക് ഉപയോഗിച്ചു അതിനെ നിനക്ക് മാസ്ക് ഊരി എന്നാ കുഴപ്പമെന്നാ? നീ ഗ്ലാസ് കാത്ത് ആളെ കാണണം. ആളെ കാണാതെ ഒരു പരിപാടി നടക്കുമല്ലോ സുഹൃത്തെ. ആൾക്കാർ കൂടിക്കൊണ്ടു ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചെയ്തു ഹെൽമെറ്റ് മാത്രം ഓടിക്കണ്ട. എന്നാലും നാളെ ആളെ കണ്ടിട്ട് വിട്ടേക്കാം. എന്നാ ഇല്ലെങ്കിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ പ്രശ്നം. പിന്നെയും പോലീസ് വരും. എങ്ങനെയാ ഇറങ്ങി ഹെൽമെറ്റ് ഊരി ഒന്ന് കാണിച്ചാൽ മതി. എന്നാ ഞങ്ങൾക്ക് ആളെ കാണും. അത്രേ ഉള്ളൂ. വേറെ ഒരു ഇതില്ല. ഇറക്കി വിട്. ഒന്നും ചെയ്യത്തില്ല. ഓ എന്നാ ചെയ്യാനോ? നമ്മളൊന്നും ചെയ്യത്തുന്നു. നമുക്ക് ആളെ കണ്ടാ മതി. നമുക്ക് ആളെ കണ്ടാ മതി. ഇറങ്ങി വാ. നാളെ ഇങ്ങനെ നോക്കിട്ടേ നിങ്ങളുടെ വണ്ടി ഇടിച്ചിട്ടാണ്. ഇടിച്ചതല്ലെന്ന്, ഞാനിത് കണ്ടിട്ട് ഇറങ്ങിയതല്ലേ. കുറച്ചുകൂടെ മുറുക്കെ കെട്ടിപ്പിടിക്കാ. തുറക്ക് ഇറങ്ങിക്കോ. നിന്റെ വണ്ടിയല്ലാടാ ഇത്? ക്യാമറ ഒക്കെ വെച്ചാരണ. അതൊന്നും നമ്മള് പറഞ്ഞ ലാസ്റ്റ് അവരുടെ വണ്ടി കയറത്തല്ലേ പൊളിച്ചു അതായതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ 1.5 മണിക്കൂർ ഈ കട്ടപ്പനയ്ക്ക് പോകുന്ന ആൾ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത് ചോദിക്കുന്നത്. കാര്യം പറഞ്ഞിട്ട് വിടാം. ഞാനിവിടെ ഉണ്ട്. ഇവള് ബൈക്ക് ഓടിക്കുവോ? ഒരു പെണ്ണെ കൊണ്ട് കാറിനകത്താണ് ഇവിടെ കിടക്കുന്നത്. എന്നാ സംഭവം ചോദിച്ചോണ്ടിരിക്കുകയാണ്. കുറെ നേരമായി ഇവിടെ. ഇറങ്ങിക്കോ. ഇല്ലെങ്കിൽ ഇത് തല്ലിപ്പൊളിക്കണ്ടേ. എന്റെ ലോക്ക് വന്നു. അങ്ങനെ വഴിക്കൂടെ ഇറങ്ങിക്കോ. അതൊന്നും ഇറക്കണ്ടേ. അപ്പുറത്തറ വാങ്ങിക്കോളൂ. അതൊന്നും തുറക്കാൻ പോകണ്ട. ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങി ഹെൽമെറ്റ് ഊരി കാണിച്ചോ. എന്നിട്ട് പോക്കും. ആളെ കാണണം. ആളെ കാണാൻ വിടത്തില്ല. ആളെ എവിടെയെങ്കിലും ചത്ത് കിടന്നാലേ ഞങ്ങള് സമാനം പറയണ്ടേ. ഇതിന്റെ ആളാന്നേലും പറയണ്ടേ. നെടുങ്കണ്ടങ്ങാരനൊന്നും അല്ലെന്നേ. ഇവിടുത്തെ വണ്ടി ഏത്? KL3 എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയല്ലേ. അത് വെറുതെ കൊണ്ട് വന്നിട്ട് കുറെ നേരം ആയടാ. ഇറങ്ങി പോരെ. വാ. നിന്റെ പേരെന്താണ്? ഗോവിൻ. നിങ്ങളുടെ പേരെന്നാ? അഞ്ചിമ. എവിടെയാ വീട്? എവിടെയാ? പഠിക്കുവാണോ? അതെങ്ങനെയാണ് നമ്മള് തിരക്കണ്ട. ഫോട്ടോ അതെ. ഫോട്ടോ ആയിക്കോട്ടെ. അല്ലെ ആള് കൂടുമോനെ. ഊരിട്ടൊരു ഫോട്ടോ എടുത്തു. ആരും ഒന്നും ചെയ്യല്ല. ഫോട്ടോ എടുക്കണ്ടവരൊക്കെ എടുത്തോട്ടോ. അവൻ
മൂഞ്ചി നോക്കടാ. ഞാൻ 2 വർഷം നിങ്ങളെ ഇങ്ങനെ കണ്ടിട്ട് ഫ്രണ്ട് ഇല്ല பார்க்க பார்த்துருக்கு ஆனா பரவாயில்ல நேச்சர்லாம் இருக்கு. இப்ப இவனு அருமலாம இருக்கானே കൂടെ വിറകാവ. അല്ല ഞാൻ വണ്ടി കൊണ്ട് ഞാൻ വരും. എല്ലാവരും ഏറെ പെണ്ണ് വണ്ടി കൊണ്ട് വരുന്നല്ലോ. എത്തിയും പോലെ വണ്ടി കൊണ്ട് വന്നേ. ഞാൻ ഇറക്കി നമ്മള് നിൽക്കുമല്ലോ ഇവിടെ, നമ്മളാണ് സമ്മതിക്കുമോ? അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോവാം.